Good morning. Let's continue the remaining part of the article. Should the assassin of Gandhi be killed? Let's see the next paragraph. Consider the young Hindu who sits in prison today, so heavily guarded because he killed Gandhi. So now she is talking about Nathuram Vinayak Godse. Consider the young Hindu who sits in prison today. ഇന്ന് ജയിലിൽ കിടക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരനായ ആ ഹിന്ദുവിനെ പരിഗണിക്കുകയാണെങ്കിൽ സോ ഹെവിലി ഗാർഡഡ്, ഹി വാസ് സോ ഹെവിലി ഗാർഡഡ്, അദ്ദേഹം വളരെ ശക്തമായ സംരക്ഷണത്തിലാണ്. ബിക്കോസ് ഹീ കിൽഡ് ഗാന്ധി, ഗാന്ധിജിയെ കൊന്നു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം സുരക്ഷാ കവചങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഈസ് ഹീ ടു ഡൈ ഓർ ടു ലിവ്? ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. ഇതാണ് ചാപ്റ്ററിൻ്റെയും ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഷുഡ് ദ അസാസിൻ ഓഫ് ഗാന്ധി ബി കിൽഡ്? ഗാന്ധിജിയെ കൊന്നാൾ കൊല്ലപ്പെടേണ്ടതാണോ? ആ ചോദ്യം തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത്. ഈസ് ഹീ ടു ഡൈ ഓർ ടു ലിവ്? അവൻ മരിക്കേണ്ടവനാണോ അതല്ല ജീവിക്കേണ്ടവനാണോ? ഗാന്ധിജിയെ കൊന്നു എന്നുള്ള കുറ്റത്തിന് ഈസ് വിനായക് ഗോഡ്സെ ടു ഡൈ ഓർ ടു ലിവ്? That is a question. If we are to take Gandhi literally, and I think he meant always to be taken literally, നമ്മൾ ഗാന്ധിജിയെ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തെ എടുക്കുകയാണെങ്കിൽ, ഇവിടെ പേൾ എസ് ബെക്ക് പറയുന്നുണ്ട്, ഷി തിങ്സ് ഹി മെൻറ്റ് ആൾവേസ് ടു ബി ടേക്കൻ ലിറ്ററലി. ഗാന്ധിജിയും ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഗാന്ധിജിയെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ എടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ സപ്പോസ് ഫെൻറ്റാസ്റ്റിക്കലി ദറ്റ് മാൻ ഷുഡ് നോട്ട് ഡൈ ബൈ വയലൻസ് ഈവൻ ആസ് പണിഷ്മെൻറ്റ് ഫോർ ക്രൈം. ഗാന്ധിജിയെ കൊന്നിരിക്കുന്ന ആ മനുഷ്യൻ വിനായക് ഗോഡ്സെ ഷുഡ് നോട്ട് ഡൈ ബൈ വയലൻസ്, ഒരക്രമത്തിലൂടെ കൊല്ലപ്പെടാൻ പാടില്ല. അതായത് ഗാന്ധിജിയെ കൊന്നിരിക്കുന്ന വിനായക് ഗോഡ്സെയെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ശേഷം ഒരുപക്ഷെ ഒരു അക്രമം ഉണ്ടായേക്കാം, ആ അക്രമത്തിലൂടെ ഇയാൾ കൊല്ലപ്പെട്ടേക്കാം. ഗാന്ധിജിയുടെ തത്വം അനുസരിച്ചാണെങ്കിൽ ഒരിക്കലും ഇദ്ദേഹം കൊല്ലപ്പെടാൻ പാടില്ല. അതൊരു അക്രമത്തിലൂടെയാണെങ്കിലും ഓർ ഒരു വയലൻസിലൂടെയാണെങ്കിലും or even as punishment for a crime, അദ്ദേഹം ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിൻ്റെ പണിഷ്മെൻ്റ് എന്ന രീതിയിൽ പോലും അദ്ദേഹം കൊല്ലപ്പെടരുത് എന്നായിരിക്കും ഒരുപക്ഷെ ഗാന്ധിജി ആഗ്രഹിക്കുന്നുണ്ടാവുക. നമ്മൾ ഗാന്ധിജിയെ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പോളിസികൾ എടുക്കുകയാണെങ്കിൽ, അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ചിന്തകൾ എടുക്കുകയാണെങ്കിൽ വിനോ അദ്ദേഹം ഈ വാസ് മാൻ ഓഫ് നോൺ വയലൻസ് എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഗാന്ധിജിയെ കൊന്ന ആളെ ഒരിക്കലും ഗാന്ധിജി കൊല്ലണം എന്നൊരു പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അത് ഈവൻ ത്രൂ വയലൻസ് ആണെങ്കിലും ആസ് എ ക്രൈം പണിഷ്മെൻ്റ് ആണെങ്കിൽ പോലും അങ്ങനെയാണ് ഗാന്ധിജി ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവുക. സപ്പോസ് നൗ ഷീ ഈസ് എക്സ്പ്രസിങ് ഹെർ തോട്ട് റിഗാർഡിങ് ദിസ് പണിഷ്മെൻറ്റ്. സപ്പോസ് ഫെൻറ്റാസ്റ്റിക്കലി ദാറ്റ് he should be released. Imagine that our Vinayak Godse was released after imprisonment. ഇയാളെ ലൈഫ് സെൻറ്റൻസ് അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ള ഒരു ശിക്ഷ നൽകാതെ അദ്ദേഹത്തിന് കുറച്ചു കാലത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹത്തെ പുറത്തു വിട്ടു എന്ന് സങ്കല്പിക്കും. അദ്ദേഹത്തെ പുറത്ത് വിട്ടു എന്ന് വിചാരിക്കാം. കുറച്ചു കാലം അദ്ദേഹത്തെ ജയിലിൽ വെച്ചതിന് ശേഷം ഹി വാസ് റിലീസ്ഡ്, അങ്ങനെയാണെന്ന് വിചാരിക്കാം. എക്സാമ്പിളാണ് ദാറ്റ് ഹീ ഷുഡ് ബി റിലീസ്ഡ്. ഗാന്ധി വാസ് ഓഫൺ ഇൻ പ്രിസൺ ആൻഡ് പെർഹാപ്സ് ഹീ വുഡ് നോട്ട് വാണ്ട് ഹിസ് മർഡറർ കൺഫൈൻഡ്. ഗാന്ധിജിയെ സംബന്ധിച്ച് ഹി വാസ് ഓഫൺ ഇൻ പ്രിസൺ അല്ലേ, പല സമയത്തും ഹി വാസ് ഇൻ പ്രിസൺ. At the same time, Gandhi would not want his murderer confined. ഗാന്ധിജിയുടെ മർഡർ
ഒരിക്കലും കൺഫൈൻഡ് ആവരുത് എന്ന് ഗാന്ധിജി ആഗ്രഹിക്കുന്നുണ്ടാകും. അതായത് ഒരിക്കലും ജയിലിൽ അടക്കപ്പെടരുത് എന്ന് ഗാന്ധിജി ആഗ്രഹിക്കുന്നുണ്ടാകും. അപ്പോൾ ഗാന്ധിജിയുടെ ചിന്തകളും ഒക്കെ അനുസരിച്ച് ഈ ഗാന്ധിജിയെ കൊന്ന ആൾ ശരിക്കും റിലീസ് ചെയ്യപ്പെടേണ്ടതാണ്. ഹീ ഷുഡ് നോട്ട് ബി കൺഫൈൻഡ്. അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കേണ്ടതല്ല എന്നൊരു ചിന്ത ഇവർ നമ്മളുമായി പങ്കുവെക്കുകയാണ്. ദെൻ പിന്നെന്താ സംഭവിക്കുക? കുഡ് ഹി എസ്കേപ്പ് സപ്പോസ് അബ്സേർഡ്ലി ദ അസാസിൻ വെൻറ്റ് ഫ്രീ. ഒരു പക്ഷേ ഇറ്റ്സ് എൻ അബ്സേർഡ് ഐഡിയ ഈവൻ ദോ ദ അസാസിൻ വെൻറ്റ് ഫ്രീ. ഇയാളെ മോചിതനാക്കി, ഇയാളെ ഫ്രീ ആക്കി വിട്ടു എന്ന് എക്സാമ്പിൾ. വാട്ട് വുഡ് ബി ഹിസ് ലൈഫ്? എന്തായിരിക്കും ഇയാളുടെ ജീവിതം? ഇപ്പോൾ ഗാന്ധിജി പേളസ്ബക്കിനെ സംബന്ധിച്ച് ഗാന്ധിജിയെ കൊന്ന ആളെ തിരിച്ചു കൊല്ലുക അല്ലെങ്കിൽ ജയിലിലടക്കുക എന്നുള്ളതല്ല അതിൻ്റെ ശരി. ഒരുപക്ഷെ ഗാന്ധിജി പോലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതിനേക്കാൾ വലിയ ശിക്ഷ ഇയാൾക്ക് നൽകാൻ സാധിക്കുന്നത് മേ ബി അദ്ദേഹത്തെ ജയിലിൽ നിന്നും തുറന്നു വിടുന്നതിലൂടെയാണ്. കാരണം ഹീ ഹാസ് എ ലൈഫ് ആഫ്റ്റർ ദ മർഡർ, അല്ലേ? ഈ കൊലയ്ക്ക് ശേഷം ഇയാൾക്കൊരു ജീവിതമുണ്ട്. വാട്ട് വുഡ് ബി ഹിസ് ലൈഫ്? കുഡ് ഹി എസ്കേപ്പ് വാട്ട് ഹി ഹാസ് ഡൺ? ഇയാൾക്ക് ശരിക്കും അയാൾ എന്താണ് ചെയ്തത് എന്നതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമോ? ഐ തിങ്ക് നെവർ. ഷി തിങ്സ് ദാറ്റ് നെവർ. ഇയാളെ സംബന്ധിച്ച് ഒരിക്കലും ഇയാൾ ചെയ്തതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. Whenever he went among his own people, none would receive him. That is the first problem. Whenever he went among his own people, none would receive him. So he will be isolated. അദ്ദേഹത്തെ ആളുകൾ മാറ്റി നിർത്തപ്പെടും. അതൊരു വല്ലാത്ത ജീവിതമായിരിക്കും, അല്ലേ? ഒരു ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും. കാരണം എപ്പോഴൊക്കെയാണോ ഇയാളുടെ ആളുകളുടെ കൂടെ നടക്കുന്നത്, ആ സമയത്തൊക്കെ ഇവരാരും ഇയാളെ സ്വീകരിക്കില്ല. കൂടെയുള്ള ഫ്രണ്ട്സ് ആവട്ടെ, റിലേറ്റീവ്സ് ആവട്ടെ, വീട്ടുകാരാവട്ടെ, നാട്ടുകാരാവട്ടെ, ഇയാളെ ആരും സ്വീകരിക്കില്ല. ഒറ്റപ്പെട്ടൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഹീ കുഡ് നോട്ട് ഹൈഡ് ഫോർ ഹീ വുഡ് ബി വാച്ച്ഡ് ഫോർ ആൻഡ് ഡ്രെഡഡ്. മാത്രമല്ല ഹീ കുഡ് നോട്ട് ഹൈഡ്. ഇയാൾക്ക് എവിടെയും ഒളിക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഇയാൾക്ക് എവിടെയും ഒളിക്കാൻ സാധിക്കാത്തത്? ബിക്കോസ് ഹീ വുഡ് ബി വാച്ച്ഡ് ഫോർ. ഇയാളെപ്പോഴും ആളുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇയാൾ എങ്ങോട്ടാണ് വരുന്നത്. ആൻഡ് ഡ്രെഡഡ്, ആളുകൾ പേടിക്കുകയും ചെയ്യും. അപ്പോൾ ആളുകൾക്ക് ഇയാളെ പേടിയായതുകൊണ്ട് തന്നെ ഇയാൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ആളുകൾ നിരീക്ഷിക്കുകയും ചെയ്യും. മാത്രമല്ല ആരും ഇയാളെ കൂട്ടത്തിൽ കൂട്ടാൻ ഒരുങ്ങുകയില്ല. അതുകൊണ്ട് തന്നെ അതാണ് ഇയാൾക്ക് നൽകേണ്ട ഏറ്റവും വലിയ ശിക്ഷ. നൺ വുഡ് വാണ്ട് ടു ടച്ച് ഹിസ് ഹാൻഡ്. ഇയാളെ കൈയൊന്ന് ടച്ച് ചെയ്യാൻ പോലും ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. ദ ഹാൻഡ് ദാറ്റ് കിൽഡ് ഗാന്ധി. ഗാന്ധിജിയെ കൊന്ന ആ കൈകൾ. വിമൻ വുഡ് ഫിയർ ഹിം. സ്ത്രീകൾ ഇയാളെ പേടിക്കും. ചിൽഡ്രൻ വുഡ് തോട്ട് ടു ഡിസ്പൈസ് ഹിം. മാത്രമല്ല ചിൽഡ്രൻ വുഡ് ബി തോട്ട്, കുട്ടികളെ പഠിപ്പിക്കും എന്തിനെ? ടു ഡിസ്പൈസ് ഹിം. ഇയാളെ വെറുക്കാൻ അല്ലെങ്കിൽ ഇയാളെ പുച്ഛിക്കാൻ വേണ്ടി കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും, അല്ലേ? ആളുകളൊക്കെ പറയും ഇതാണ് ഗാന്ധിജിയെ കൊന്നിട്ടുള്ള ആൾ. അയാളോട് സംസാരിക്കാൻ പാടില്ല, അയാളെ മുഖത്തേക്ക് പോലും നോക്കാൻ പാടില്ല, അയാളെ വെറുക്കണം, അയാൾ വെറുക്കപ്പെടേണ്ടവനാണ് തുടങ്ങിയതൊക്കെ കുട്ടികളെ പഠിപ്പിക്കും. ദെൻ വേർ കുഡ് ഹി ഫൈൻഡ് ഹോം ആൻഡ് ഫ്രണ്ട്സ്? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമാണ് ഹി കുഡിൻറ്റ് ഫൈൻഡ് ഹിസ് ഹോം ആൻഡ് ഫ്രണ്ട്സ്. ഹി കുഡിൻറ്റ് സെറ്റിൽ ഇൻ ഇന്ത്യ. ഹി കുഡിൻറ്റ് സെറ്റിൽ ഇൻ ഹിസ് പ്ലേസ് ബിക്കോസ് എവ്രി വൺ അറൗണ്ട് ഹിം they are in hate with him, right? So ഇയാൾക്ക് ഇയാളുടെ ഒരു വീടോ ഫ്രണ്ട്സോ ഒന്നും കണ്ടെത്താൻ സാധിക്കില്ല. There would be no place for him upon earth and there will be no place for him in this earth. ഭൂമിയിൽ തന്നെ ഇയാൾക്കൊരു ഇടം കണ്ടെത്താൻ സാധിക്കുകയില്ല. He would be outcast. ഇയാളെ ആർക്കും വേണ്ടാത്തവനായിത്തീരും. He would be haunted by Gandhi's own spirit. ഗാന്ധിജിയുടെ തന്നെ ആത്മാവ് ഇയാളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. The spirit of Gandhi in other men working for his freedom and his safety would be his destruction or his regeneration. ഗാന്ധിജിയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്
ഗാന്ധിജിയുടെ ആത്മാവെന്ന് പറയുന്നത് മറ്റുള്ള ആളുകളിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. അതേസമയത്ത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തകർച്ചയോ അല്ലെങ്കിൽ പുനർജന്മമോ ആയിരിക്കും ഗാന്ധിജിയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. The utter goodness of Gandhi's spirit working upon humans' conscience drives men to destroy themselves from fear or to be born again. ഗാന്ധിജിയുടെ സ്പിരിറ്റിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിച്ച് ഈസ് വർക്കിംഗ് അപ്പോൺ ഹ്യൂമൻ കൺസൈൻസ്, മനുഷ്യ മനസാക്ഷിയിലാണ് ഗാന്ധിജിയുടെ സ്പിരിറ്റ് വർക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈവ്സ് മെൻ ടു ഡിസ്ട്രോയ് ദംസെൽസ് ഫ്രം ഡെസ്പയർ, നിരാശപ്പെട്ടുകൊണ്ട് ഡിസപ്പോയിൻറ്റഡ് ആയിക്കൊണ്ട് മനുഷ്യൻ അവനവനെ നശിപ്പിക്കുന്നതിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു സ്പിരിറ്റാണ് ഗാന്ധിജിയുടെ സ്പിരിറ്റ്. ഓർ ടു ബി ബോൺ അഗൈൻ, അല്ലെങ്കിൽ രണ്ടാമത് പുനർജനിക്കാൻ വേണ്ടി, തിന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തിന്മയിൽ നിന്നും മോചനം നേടി ഒരു പുനർജന്മത്തിന് സാധ്യമാക്കുന്ന രീതിയിലുള്ള സ്പിരിറ്റാണ് ഗാന്ധിജിയുടെ സ്പിരിറ്റ്. ദ വേൾഡ് ലോങ്സ് ഫോർ ഗുഡ്നെസ്, നമ്മുടെ ലോകം നന്മയാണ് ആഗ്രഹിക്കുന്നത്. And the people search for righteousness. People are searching for justice. ആളുകൾ നീതിക്ക് വേണ്ടിയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. There is no weapon, no bomb so powerful as the force of a great good spirit. There is no weapon, no bomb so powerful as the force of a great good spirit. ഒരു നന്മയുള്ള ആത്മാവിനോളം ശക്തിയുള്ള ഒരു ബോംബോ ഒരു ആയുധമോ ഇന്നില്ല. സോ ഗാന്ധിജിയുടെ ആത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്, ഗാന്ധിജി നമുക്ക് നൽകിയിരിക്കുന്ന പാഠങ്ങൾ എന്ന് പറയുന്നത്, ഗാന്ധിജി നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ശരിക്കും ഒരു ബോംബിനേക്കാളും അതുപോലെ മറ്റു ആയുധങ്ങളെക്കാളും അതിശക്തമായ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ്. ഇന്ത്യ വിൽ ലിവ് ആൻഡ് ബിക്കം ഗ്രേറ്റ് ഇൻ അവർ വേൾഡ്. ആ ഒരു ആത്മാവിൻ്റെ ഗാന്ധിജിയുടെ സന്ദേശങ്ങളുടെ ശക്തി കൊണ്ട് ഇന്ത്യ വിൽ ലിവ്, ഇന്ത്യ ജീവിക്കും, ആൻഡ് ബിക്കം ഗ്രേറ്റ് ഇൻ അവർ വേൾഡ്, നമ്മുടെ ലോകത്ത് തന്നെ മഹത്തായ ഒരു രാജ്യമായിട്ട് മാറും. ഓൺലി ആസ് ഹെർ പീപ്പിൾ യൂസ് ദിസ് പ്രൈസ്ലെസ് ഫോഴ്സ്, ദ ഫോഴ്സ് ഓഫ് നോൺ വയലൻസ് വിച്ച് ദ ലൈഫ് ഓഫ് ഗാന്ധി എക്സംപ്ലിഫൈഡ് ഫോർ ദം. എങ്ങനെയാണെങ്കിലാണ് ഇന്ത്യ ലോകത്ത് നമ്പർ 1 ആയിട്ട് മാറുക? ഓൺലി ആസ് ഹെർ പീപ്പിൾ യൂസ് ദിസ് പ്രൈസ്ലെസ് ഫോഴ്സ്. ഈ വിലമതിക്കാനാവാത്ത ശക്തി ഇന്ത്യയിലെ ജനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ. ഏതാണ് ശക്തി? ഗാന്ധിജിയുടെ സ്പിരിറ്റ്, ദ മെസ്സേജ് ഓഫ് ഗാന്ധി. ഗാന്ധിജിയുടെ സന്ദേശം ഇന്ത്യയിലെ ജനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ദ ഫോഴ്സ് ഓഫ് നോൺ വയലൻസ് എന്ന് പറയുന്ന ശക്തി, അക്രമരാഹിത്യം, വിച്ച് ദ ലൈഫ് ഓഫ് ഗാന്ധി എക്സംപ്ലിഫൈഡ് ഫോർ ദം. ആ ഒരു നോൺ വയലൻസ് എന്ന് പറയുന്നത് ഗാന്ധിജി ജീവിച്ച് കാണിച്ചു കൊടുത്തതാണ്. ആ ഗാന്ധിജി ജീവിച്ച് കാണിച്ചു കൊടുത്തിരിക്കുന്ന ആ നോൺ വയലൻസ് എന്ന് പറയുന്ന ഫോഴ്സിനെ ഇന്ത്യയിലെ ജനങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യ വിൽ ലിവ് ആൻഡ് ബിക്കം ദ ഗ്രേറ്റ് ഇൻ അവർ വേൾഡ്. ലോകത്ത് തന്നെ ശക്തമായ ഗ്രേറ്റായ മഹത്തായ ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറും. In that personal example was Gandhi's secret. ഇതാണ് ഗാന്ധിജിയുടെ രഹസ്യം, ഈ ഒരു പേഴ്സണൽ എക്സാമ്പിൾ. He did what he told others to do. ഗാന്ധിജി അദ്ദേഹം ചെയ്തത് മാത്രമേ മറ്റുള്ളവരോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. When people saw that this was true, they believed in him. ഗാന്ധിജി പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ കാണുന്ന സമയത്ത്, they believed in him. ഗാന്ധിയിൽ ആളുകൾ വിശ്വസിച്ചു, ഗാന്ധിജിയിൽ ആളുകൾ വിശ്വസിച്ചിരുന്നു. കാരണം they knew that the things
ഗാന്ധി വാസ് ഡൂയിങ് വാസ് റൈറ്റ് വെർ റൈറ്റ്, അതൊക്കെ ശരിയായിരുന്നു എന്ന് ജനങ്ങൾക്കറിയാം. ആൻഡ് വി ആർ വൈൻഡിങ് അപ്പ് ഹിയർ ആൻഡ് വി വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.